പക്ഷേ പോലീസുകാരെ വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോഴത്തെ സർക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് പാർട്ടി മാറി മറ്റൊരു പാർട്ടിയാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. കോൺഗ്രസ് ആണ്. നേരത്തെ CPM ആയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് അത്തരത്തിലുള്ള രഹസ്യ അന്വേഷണ വിഭാഗത്തിലെല്ലാം ഏറ്റവും കൂടുതലുള്ള പോലീസുകാരെ തിരികെ കയറ്റിയത് CPM ആയിരുന്നു. അപ്പോൾ CPMന്റെ ഉദ്യോഗസ്ഥർ ഈ സുരക്ഷാ വിഭാഗങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ ഉണ്ടായതുകൊണ്ട് പല അതായത് രഹസ്യമായിട്ട് അന്വേഷിക്കേണ്ട പല കാര്യങ്ങളും വെളിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് വാർത്ത വരുന്നുണ്ട്. അതിന്റെ വാസ്തവം എന്താണ്? നമ്മൾ ഈ CPM കോടതി, CPM ഓഫീസ്, അതുപോലെ തന്നെ പറയുന്നതാണ് CPM കാരുടെ തന്നെ പോലീസ് എന്ന് പറയുന്നത്. അവരുടെ ഒരു വിഭാഗം, ഒരു പോലീസ്, ഒരു സൈബർ വിങ്ങിലായാലും അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡറിലായാലും അതുപോലെ പ്രധാനപ്പെട്ട ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിലായാലും, അതായത് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ കൈമാറുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച്. ഈ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഇവരുടേതായിട്ടുള്ള വിശ്വസ്തരെ വെക്കുമ്പോൾ ഒരു CPM പ്രവർത്തകനെതിരെയുള്ള അന്വേഷണത്തിന് ലഭിച്ചേക്കാവുന്ന ഒരു അമൂല്യമായിട്ടുള്ള വിവരങ്ങൾ അത് ഇവർ വഴി ചോർന്ന് CPM പ്രവർത്തകർക്ക് കിട്ടുന്നു. അതുവഴി പ്രതികൾ രക്ഷപ്പെടുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ന്യൂനത എന്ന് പറയുന്നത്. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലേറ്റപ്പോൾ ഒരുപാട് പോലീസുകാരെ അല്ലെങ്കിൽ പാർട്ടി ആഭിമുഖ്യമുള്ള കുറച്ച് പോലീസുകാരെ സ്ഥലം മാറ്റിയതായി നമ്മൾ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു സ്ഥലം മാറ്റം ഇപ്പോൾ പതിയെ നിലച്ചിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആ ഒരു പോലീസ് സേനയെ ഉടച്ച് വാർക്കുന്നുള്ളൊരു പ്രോസസ്സായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എങ്കിലും എവിടെയോ ചില വീഴ്ചകളോ അല്ലെങ്കിൽ പാളിച്ചകളോ സംഭവിച്ചു പോയി. അതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ED റെയ്ഡ് നടന്നതിന് ശേഷമുണ്ടായ ആ ഒരു ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടന്ന ആ ഒരു ആക്രമണം. അതെന്താ വെച്ചാൽ കേന്ദ്ര ഇന്റലിജൻസിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിരുന്നു. അതവിടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാൻ ഒരു സാധ്യതയുണ്ട്, അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് വേണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു നിർദ്ദേശം പോലും അവഗണിക്കപ്പെട്ടു. അവിടെ ഒരു കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ നടക്കുകയും ചെയ്തു. അത് കേരള പോലീസ് സേനയ്ക്ക് തന്നെ മുഴുവനായിട്ട് അപമാനമുണ്ടായി. ആ ഒരു അപമാനം ഉണ്ടാകാൻ കാരണം ചിലർ കരുതി കൂട്ടി ആ ഒരു ആക്ഷൻ വ്യക്തമായിട്ടുള്ള രീതിയിൽ ചെയ്യാത്തതിൻ്റെ ഉള്ളൊരു പരിണിതഫലമായിട്ട് നമ്മൾ തന്നെ ആ വീഡിയോകൾ എടുത്ത് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ പല പോലീസുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഈ പോലീസുകാർക്കും ഒരു പരിധിയുണ്ട്. പരിധി എന്ന് പറയുന്നത് ഈ നിൽക്കുന്നതെല്ലാം നേതാക്കന്മാരാണ്. ഇപ്പോൾ മൊട്ടെറിയുന്ന നേതാവാണെങ്കിലും കാറ് തല്ലിപ്പൊളിക്കുന്ന നേതാവാണെങ്കിലും ഇവരെല്ലാം നേതാക്കന്മാരാണ്. ഒരു സാധാരണ ഒരു ബറ്റാലിയൻ പോലീസുകാരൻ വന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവൻ നേരിടാൻ പോകുന്ന വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു പോലീസുകാരനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അടിക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടല്ലേ. അത് കേവലം ഒരു SFIക്കാരനെ അടിച്ചതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പോലീസുകാർ നേരിടുന്നുണ്ട്. അവർ സേനയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് പോലീസുകാരാവുന്നത്. പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പറ്റം ആളുകൾ പുറത്തുണ്ടാകുമെന്നൊരു ബോധ്യം, അതെല്ലാം ഭേദിച്ച് വേണം ഒരു പോലീസുകാരന് ജോലി ചെയ്യാൻ. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട പോലീസുകാരുടെ അവസ്ഥ എന്താണ്? അല്ലെങ്കിൽ പാർട്ടി സ്നേഹം മൂത്ത് പിണറായി വിജയന് കരിങ്കൊടി കാണിക്കാൻ വന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാരെ അനാവശ്യമായി പോയി അടിച്ച ഗൺമാന്മാർ ഇന്ന് സസ്പെൻഷനിലാണ്, അതേപോലെ തന്നെ ഒളിവിലാണ്. കാണാനില്ല. അവർ മുൻകൂർ ജാമ്യം തേടി കോടതിയിൽ പോയി. കോടതി അത് റദ്ദാക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഉദ്യോഗസ്ഥർ ഈ രീതിയിലൊക്കെ പാർട്ടി പ്രേമം കൊണ്ട് നടക്കുന്ന ആളുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ പോലീസിലും സംഘടനകളൊക്കെ ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്കൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സംഘടനാ സംവിധാനം, ഒരു പാർട്ടി എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നതെങ്കിൽ പോലും പോലീസിൻ്റെ ഇടയിൽ UDF LDF എല്ലാം ഉണ്ട്. 10 വർഷം കൊണ്ട് തിരികെ കയറ്റാൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം CPMമാർ ആളുകളെ തിരികെ കയറ്റി. അത് പോലീസിലാണെങ്കിലും മറ്റേത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണെങ്കിലും തങ്ങൾക്ക് ഏറ്റവും അനുചിതമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ ആ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യാൻ 10 വർഷം കൊണ്ട് CPMന് കഴിഞ്ഞിട്ടില്ല. അത് പുതുക്കി പണിയുക എന്നത് തന്നെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ആണെങ്കിലും മുഖ്യമന്ത്രിയുടെ ആണെങ്കിലും ഏറ്റവും വലിയ ശ്രമങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. വെല്ലുവിളികളിലൊന്ന്. അത് പൂർണ്ണമായിട്ടും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം ഈ ഉദ്യോഗസ്ഥരെ എല്ലാം എങ്ങോട്ടെങ്കിലും വിടാൻ കഴിയില്ല. ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കണം. ഇപ്പൊ നമ്മൾ എന്താണ് കണ്ടത്? കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുള്ള ആഭ്യന്തര വകുപ്പിലെ അഴിച്ചുപണികൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉലാത്തി നടന്നിരുന്ന, യൂണിഫോം പോലും ഇടാതെ തെരാപ്പാര നടന്നിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ എന്താണ് പിന്നീട് യൂണിഫോം ഇട്ട് വലിയ സ്റ്റേഷനുകളിലേക്ക്, കൂടുതൽ പണികളിടങ്ങളിലേക്ക് കൂടുതൽ പണി ചെയ്യാനായിട്ട്. അതെ, ഒരു അസോസിയേഷൻ പ്രസിഡന്റാണ് ഇപ്പോൾ മ്യൂസിയം സ്റ്റേഷനിലേക്ക് അയച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ
ക്രമസമാധാനം പാലിക്കപ്പെടേണ്ട ആ ഒരു സ്റ്റേഷൻ, അതായത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള സ്റ്റേഷനിൽ ഒന്നിലേക്കാണ് അദ്ദേഹത്തെ അയച്ചിരിക്കുന്നത്, ആ ഒരു സ്റ്റേഷന്റെ മേൽനോട്ടത്തിന് വേണ്ടി. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ചുരം കയറ്റിയൊരു പോലീസുകാരനെ വിട്ടു എന്നുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വാർത്തകളുണ്ട്. അപ്പോൾ പോലീസ് സേനയിൽ തന്നെ ഇത്തരത്തിലുള്ള പാർട്ടി സ്നേഹം മൂത്തു നിൽക്കുന്ന ഒരുപാട് സഖാക്കന്മാരുണ്ട്. ആ സഖാക്കന്മാരെ എല്ലാം നേർവഴിക്ക് നയിക്കുക എന്നതാണ് UDFന്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. എന്താണെങ്കിലും ആഭ്യന്തര വകുപ്പിൽ അഴിച്ചുപണികൾ നടക്കുകയാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകൾ, ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിലാണെങ്കിൽ പോലും, ഇന്റലിജൻസ് വകുപ്പാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള CPMമാരെ കൊണ്ട് നിറഞ്ഞിരിക്കണം. കാരണം എന്തെങ്കിലും ഒരു രഹസ്യ അന്വേഷണത്തിന് ഉത്തരവിടുകയാണ്, അത് ചോർന്നു പോയി പാർട്ടിയുടെ ഇടയിലേക്ക് ചെല്ലുക എന്ന് പറയുന്നത് വലിയൊരു നാണക്കേട് തന്നെയാണ് ഭരിക്കുന്ന പാർട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം പറയട്ടെ. അതായത് ഇപ്പോൾ ED ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച കേസിലെ ആ പ്രതികൾ ഒളിച്ചിരിക്കുന്നത് AKG സെന്ററിലാണെന്ന് വ്യക്തമായി അറിയാവുന്ന പോലീസുകാരുണ്ട്. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥ, ഈ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഉൾപ്പെട്ട പോലീസുകാർ ആ ഒരു വിവരം കൈമാറുന്നില്ല. ആ ഒരു വിവരം കൈമാറാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എങ്കിലും പോലീസുകാർ ഓഫീസിനുള്ളിൽ എത്താതെ, അല്ലെങ്കിൽ പുറത്ത് തമ്പടിച്ച് അവരെ വിട്ടു തരണമെന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നു. അതെ. അപ്പൊ ആ പാർട്ടി പ്രേമം മൂത്ത് അവരുടേതായിട്ടുള്ള ഒരു കടമ ചെയ്യാതെ നിൽക്കുന്ന ഈ ഒരു പോലീസ് സേനയിലുള്ള പുഴുക്കുത്തുകളെ അത് ഒഴിവാക്കി നിർത്തേണ്ടതല്ലേ? പുഴുക്കുത്തുകൾ മാത്രമല്ല, ഇതിനകത്ത് ആഭ്യന്തരമന്ത്രി കൃത്യമായിട്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി പറഞ്ഞ എന്താണ്, നിങ്ങൾ ഔചിത്യപൂർവമായിട്ട് പെരുമാറുക. കേരള പോലീസിനോട് പറഞ്ഞാണ്, ED റെയ്ഡ് നടക്കുന്നു, പോലീസുകാർ അവിടെ ആ ഓഫീസിൽ കയറി പ്രതികളെ പിടിച്ചിറക്കി കൊണ്ടുവന്ന് വലിച്ചിഴച്ച് അടിക്കുകയാണെങ്കിൽ അത് വലിയൊരു പ്രതിഷേധമാകത്തില്ലേ? കേരളത്തിന്റെ മുഴുവൻ ഇടങ്ങളിലേക്ക് പ്രതിഷേധങ്ങൾ പകരും. തുടർ ദിവസങ്ങളിലേക്ക് സമാനമില്ലാത്ത കലാപങ്ങൾ ഉണ്ടാവും. ആഭ്യന്തര വകുപ്പ് ഇത് കൃത്യമായിട്ടാണ് ഡീല് ചെയ്തത് എന്ന് പറയാതിരിക്കാൻ കഴിയും. നമ്മളിപ്പോൾ പറയും, ഇപ്പോൾ ആഷിഖ് തന്നെ ചോദിച്ചോലെ ആ പുഴുക്കുത്തുകളെയൊക്കെ എടുത്തു കളയണ്ടേ? അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ ഒരു ആളുകളെ സ്പർദ്ധ ഉണ്ടാക്കി അവരെ അടിച്ചോടിച്ച്, അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. അതായത് പ്രതികൾ എവിടെയെല്ലാം ഉണ്ടെന്നുള്ള വ്യക്തമായ വിവരം ലഭിച്ചിട്ടും അത് കൈമാറാത്ത ഉദ്യോഗസ്ഥരാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കേണ്ടത്, ഇത്രയും വലിയ സംഘർഷം നടക്കുന്ന വേളയിൽ ഇത് പാർട്ടി ഓഫീസിലേക്ക് കടന്നു കയറി ഇപ്പോൾ UDF അധികാരത്തിൽ വന്നിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വലിയ പാർട്ടി പ്രതിഷേധങ്ങളായിട്ട് പോലീസ് സ്റ്റേഷനുകളും നമ്മുടെ ഉദ്യോഗസ്ഥരുടെ സമയം പാഴാക്കുന്ന രീതിയിലേക്ക് ഇത് പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ പോലീസ് സേന ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട് കൃത്യമായിട്ടുള്ള നിലപാടാണ്. പ്രതികളെ ഹാജരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, ഈ SFI നേതാക്കന്മാർക്ക് തമ്മിൽ അറിയത്തില്ല, ഞാനാണോ പ്രതി നീയാണോ പ്രതി എന്നുള്ള കാര്യം അറിയത്തില്ല. ഓരോ ദിവസവും ഓരോ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിയുമ്പോഴാണ് അയ്യോ ഞാൻ ഇതിൽ പ്രതിയാണ് എന്ന് അറിയുന്ന രീതി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർ തന്നെ ഭയപ്പെട്ടിരിക്കുകയാണ്. പോലീസ് ചെയ്തത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. അത് പരിപാടി കഴിഞ്ഞു, അത് അവിടുന്ന് കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം കിട്ടുന്ന ആൾക്കാർ അത് നോക്കിയിരുന്ന് ഇന്ന ആളുകളാണ് പോയി കൃത്യമായിട്ട് അനാലിസ് ചെയ്ത് ഇന്ന ആളുകളുണ്ട്, ആ പേരെഴുതി കൃത്യമായിട്ട് ആരും അറിയാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ആഷിഖ് പിന്നീട് കേട്ടിരുന്നോ പിന്നെ അറസ്റ്റ് ചെയ്ത ആളുകൾ? ഇന്നലെയും ഉണ്ടായിരുന്നു 10-12 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് പോലീസ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേരള പോലീസ് എന്ന് പറയുന്നത്.